ബിജെപിയുടേത് വ്യാജ വാഗ്ദാനമാണ് എന്ന് മഹാസഖ്യവും പ്രതികരിച്ചു. ആദിൽ പാലോടും PR സുനിലുമാണ് നമുക്കൊപ്പം ചേരുന്നത് തത്സമയം. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം ആദിൽ പാലോഡിലേക്ക്. ആദിൽ പാലോഡ്, മഹാസഖ്യത്തിന്റെ പ്രകടന പത്രികയ്ക്ക് ഒരു മറുപടിയായി പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്നത്തെ പ്രകടന പത്രിക. കാരണം രണ്ടിലും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പൊതുഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. വോട്ടർമാരെ കൃത്യമായി കേറ്റർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു തന്ത്രം ഇതിൽ പ്രകടമല്ലേ? ഉറപ്പായും പ്രകടമാണ്. ഇപ്പോൾ വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് ബീഹാറിൽ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതിൽ ഏറ്റവും പ്രധാനം ജോലിയാണ്. തൊഴിലില്ലായ്മയാണ് ബീഹാറിന്റെ പ്രശ്നമെന്ന് നമുക്കറിയാം. അത് രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുന്നു, ജനങ്ങളുടെ വികാരം തിരിച്ചറിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് തേജസ്വി യാദവിന്റെ പ്രധാനപ്പെട്ട പ്രചരണത്തിലെ തുറുപ്പുചീട്ട് ഓരോ വീട്ടിലും ഓരോ സർക്കാർ ജോലി എന്നതാണ്. ഒപ്പം സ്ത്രീകൾക്ക് 2500 രൂപ വീതം നൽകുന്ന പ്രത്യേക സഹായ പദ്ധതി. സമാനമായി തന്നെ 1 കോടിയുടെ തൊഴിൽ പദ്ധതിയാണ് NDA പ്രഖ്യാപിച്ചിരിക്കുന്നത്, വാഗ്ദാനം പ്രകടന പത്രികയിലൂടെ നൽകിയിരിക്കുന്നത്. ഒപ്പം 2 ലക്ഷം രൂപ വരെയുള്ള സ്വയം തൊഴിൽ പദ്ധതിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതായാലും ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള വാഗ്ദാനങ്ങൾ തന്നെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വാഗ്ദാനങ്ങളുടെ പെരുമഴയിൽ ആർക്കൊപ്പം ആരുടെ വാക്കായിരിക്കും ബീഹാറിലെ ജനങ്ങൾ വിശ്വസിക്കുക എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഇനി 4-5 ദിവസം മാത്രമാണ് പരസ്യ പ്രചരണത്തിന് ബാക്കിയുള്ളത്. ഏതായാലും പ്രചരണം കൊടുമ്പിരി കൊള്ളുന്നു ബീഹാറിൽ എന്നതാണ് നമ്മൾ ഇവിടെ കാണുന്ന കാഴ്ച. പലയിടത്തും ഇന്ന് JP നദ്ദ ബീഹാറിലുണ്ട്, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. രൂപത്തിൽ പല നേതാക്കൾ താരപ്രചാരകരെത്തി കളം പിടിക്കുകയാണ് ബീഹാറിൽ. ഒപ്പം വാഗ്ദാനങ്ങൾ കൂടി വരുന്നു. ആർക്കൊപ്പം ബീഹാറിലെ ജനങ്ങൾ നിൽക്കും എന്ന് നമുക്ക് വൈകാതെ അറിയാൻ കഴിയുകയും ചെയ്യും. സുജയ. ഓക്കെ ആദിൽ, ബീഹാറിലെ ആദിലിന്റെ പര്യടനം ഇങ്ങനെ തുടരുകയാണ്. അതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് ഞങ്ങൾ വീണ്ടും പോകുന്നുണ്ട്. PR സുനിലിലേക്കാണ്. ഗുഡ് ഈവനിംഗ് PR സുനിൽ. ആദിൽ, ഏകദേശം NDAയുടെ ഒരു പ്രകടന പത്രിക വിജയം ഉറപ്പിക്കുന്ന ഫോർമുലകളാണെന്ന് പറയുന്നു. പക്ഷേ മഹാസഖ്യം അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അതിന്റെ ഒരു അനുരണനങ്ങൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പ്രകടന പത്രികയിൽ നമുക്ക് പ്രകടമായി തന്നെ കാണാനും സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കന്നി വോട്ടർമാർക്കടക്കം വോട്ട് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു തേജസ്വി ഇംപ്രിന്റ് ഈ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രികയിലില്ലേ? തീർച്ചയായും യുവാക്കളെ ആകർഷിക്കുക, സ്ത്രീകളെ ആകർഷിക്കുക. ബീഹാറിൽ നമുക്കറിയാം തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ബീഹാറിൽ നിന്ന് ഒരുപാട് മനുഷ്യർ തൊഴിലിനായി വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. അപ്പോൾ തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ എത്രയോ കാലമായി ബീഹാറിൽ അത് പരിഹരിക്കപ്പെടാത്തൊരു സാഹചര്യമായി തുടരുന്ന സ്ഥിതിയിൽ ഇത് പ്രകടന പത്രികയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മഹാസഖ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വീടുകളിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, സർക്കാർ ജോലിക്കാരൻ എന്നൊരു വാഗ്ദാനം തേജസ്വി യാദവ് മുന്നോട്ട് വെച്ചത്. തീർച്ചയായും അതൊക്കെ തന്നെ BJP വലിയ തോതിൽ പരിഹസിച്ചിട്ടുണ്ട്. കാരണം അത്രയും പേർക്ക് തൊഴിൽ നൽകണമെങ്കിൽ 2 ലക്ഷം കോടി രൂപയെങ്കിലും ചുരുങ്ങിയത് ചെലവ് വരും. ആ പണം എവിടെ നിന്ന് കിട്ടും എന്നതാണ് BJP ഒക്കെ തന്നെ തേജസ്വി യാദവിനോട് ചോദിച്ചത്. പണം വരും എന്നാണ് തേജസ്വി യാദവ് പറഞ്ഞത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാകാൻ പോകുന്നത് സ്ത്രീ വോട്ടർമാർ തന്നെയാണ്. അപ്പോൾ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ തേജസ്വി യാദവ് പ്രതിമാസം എല്ലാ സ്ത്രീകൾക്കും 2500 രൂപ, അങ്ങനെ വർഷത്തിൽ 30,000 രൂപ എല്ലാ സ്ത്രീകൾക്കും അടുത്ത 5 വർഷത്തേക്ക് നൽകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം. അതുപോലെ തന്നെ ജീവിക ദീദി പദ്ധതി, അത് അവിടുത്തെ സ്ത്രീകളുടെ സ്വയം തൊഴിൽ അവസരം, സ്വയം തൊഴിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിൽ വളരെ തുച്ഛമായ പൈസയാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ മേഖലയിൽ പ്രതിമാസം സ്ത്രീകൾക്ക് 30,000 രൂപ നൽകും എന്നുള്ളൊരു വാഗ്ദാനം. അങ്ങനെ തൊഴിൽ നൽകുക, അത് സ്ത്രീകൾക്കും യുവാക്കൾക്കുമൊക്കെ തന്നെ തൊഴിൽ നൽകുക എന്ന വലിയ വാഗ്ദാനങ്ങൾ നൽകി തന്നെയാണ് മഹാസഖ്യം മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ബീഹാറിന്റെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം. ജാതി വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊക്കെ പ്രകടന പത്രികയിൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും, എന്തൊക്കെ വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും വോട്ട് ചെയ്യുന്ന പകുതിയിലധികം പേരും വോട്ട് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വാഗ്ദാനങ്ങൾ എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിക്കും എന്നത് നമ്മൾ കാത്തിരുന്ന് കാണാം. താങ്ക് യു. PR സുനിലും ആദിൽ പാലോടുമാണ് പ്രകടന പത്രികകൾ താരതമ്യം ചെയ്ത് വിശകലനം നടത്തിയത്.